വളരെ പ്രധാനപ്പെട്ട വാർത്ത. തിരുവല്ലയിൽ ഗുണ്ടാപ്പിരിവ് നൽകാത്തതിന് യുവതിയോട് ക്രൂരത. സ്പാ ജീവനക്കാരിയെ കൂട്ടബലാത്സംഗം ചെയ്തു. കാപ്പ കേസ് പ്രതി സുബിൻ അലക്സാണ്ടറും സംഘവും ചേർന്നാണ് അതിക്രമം നടത്തിയത്. സംഭവത്തിൽ 3 പേർ അറസ്റ്റിലായിരിക്കുന്നു. ഫെബ്രുവരി 1-ാം തീയതിയാണ് സംഭവം. വിവരങ്ങളുമായി ഗോകുൽ രമേശ് ചേരുന്നുണ്ട്. ഗോകുൽ, ഇത് കേരളമാണോ എന്നാണ് എന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. ഒരു ഗുണ്ടാപ്പിരിവ് നൽകാത്തതിനാണ് ഇത്തരത്തിലൊരു യുവതിയെ അതിക്രൂരമായി ബലാത്സംഗം ചെയ്തിരിക്കുന്നത്. ആരൊക്കെയാണ് ഈ കൂട്ടബലാത്സംഗത്തിനിരയാക്കിയവർ? ഇവരെ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണം എങ്ങനെയാണ് ഗോകുൽ പുരോഗമിക്കുന്നത്? അശ്വതി, കഴിഞ്ഞ ഫെബ്രുവരി 1-ാം തീയതി ഉച്ചയോടുകൂടിയാണ് ഈ സംഭവം നടക്കുന്നത്. കുറ്റപ്പുഴയിൽ തിരുവല്ലയിലെ സ്പായിലാണ് ജീവനക്കാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായിട്ടുള്ളത്. ഗുണ്ടകളാണ്, തിരുവല്ല കേന്ദ്രീകരിച്ചിട്ടുള്ള ഗുണ്ടകളാണ് ഇവരെ ബലാത്സംഗത്തിന് ഇരയാക്കിയിരിക്കുന്നത്. അതായത് ഈ സ്പാ നടത്തുന്ന ഒരു ജീവനക്കാരിയാണ് ഇവരുടെ സ്ഥാപനത്തിൽ സ്ഥിരമായിട്ട് ഈ ഗുണ്ടകൾ എത്തി ഗുണ്ടാപ്പിരിവ് ചോദിച്ചിരുന്നു. 25,000 50,000 രൂപയൊക്കെ ആയിരുന്നു ഗുണ്ടാപ്പിരിവായിട്ട് ചോദിച്ചുകൊണ്ടേയിരുന്നത്. സുബിൻ അലക്സാണ്ടർ എന്ന പറയുന്ന ഗുണ്ടയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ്. മരണ സുബിൻ എന്നാണ് ഇയാൾ അറിയപ്പെടുന്നത്. ഇയാള് സ്ഥിരമായിട്ട് ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നു. അങ്ങനെ ഗുണ്ടാപ്പിരിവ് നൽകിയില്ല എന്ന് ഒരു സമയം അല്ലെങ്കിൽ ഒരു തവണ ഇത്തരത്തിൽ വന്നപ്പോൾ ഗുണ്ടാപ്പിരിവ് നൽകാതിരുന്നതിനെ തുടർന്നാണ് ഈ ജീവനക്കാരിയെ ക്രൂരമായിട്ട് കൂട്ടബലാത്സംഗം ചെയ്യുന്നൊരു സ്ഥിതിവിശേഷം തിരുവല്ലയിൽ ഉണ്ടായത്. ഫെബ്രുവരി 1-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായത്. അതിന്റെ CCTV ദൃശ്യങ്ങളടക്കം ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ഈ മരണ സുബിൻ എന്നറിയപ്പെടുന്ന ഗുണ്ടയും അയാളുടെ കൂട്ടാളികളും ചേർന്നുകൊണ്ടാണ് ഈ ആക്രമണം നടത്തിയിരിക്കുന്നത്. കേസിലാകെ 6 പ്രതികളാണ് ഉള്ളത്. 6 പേരിൽ 3 പേർ നിലവിൽ പിടിയിലായിട്ടുണ്ട്. ഈ സുബിൻ അടക്കമുള്ള 3 പ്രതികൾ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. ബാക്കി 3 പേർ ഒളിവിലാണ്. കുറ്റപ്പുഴയിലെ വീട്ടിൽ നിന്നാണ് ഈ സുബിനെ അടക്കം പോലീസ് പിടികൂടിയത്. ഈ സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ടും അല്ലെങ്കിൽ ഈ ആദ്യഘട്ടത്തിലൊന്നും പോലീസിന് പരാതി നൽകാനായിട്ട് ഈ സ്പാ ജീവനക്കാരിയോ ആ സ്ഥാപനമോ തയ്യാറായിരുന്നില്ല. അതിനുശേഷമാണ് ഇത്തരത്തിൽ ദിവസങ്ങൾക്ക് ശേഷം പരാതി നൽകുകയും ഈ പ്രതിയെ അറസ്റ്റ് ചെയ്യുന്ന നടപടികളിലേക്ക് കടന്നിരിക്കുന്നതും എന്നതാണ് പോലീസ് ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും പട്ടാപ്പകലാണ് ഇത്തരത്തിലൊരു സംഭവം നടന്നിരിക്കുന്നത് എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരം. ഒപ്പം ക്രൂരമായ രീതിയിൽ ഉപദ്രവിക്കുന്ന, ലൈംഗികമായിട്ട് ആ യുവതിയെ ഉപദ്രവിക്കുന്ന CCTV ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിരിക്കുകയും ചെയ്യുകയാണ്. പട്ടാപ്പകലാണ് ഈ ഗുണ്ടാ വിളയാട്ടം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. തിരുവല്ല പോലെയുള്ള ഒരു നഗരമധ്യത്തിലാണ് യുവതിക്ക് ഇത്തരത്തിൽ കൂട്ടബലാത്സംഗത്തിന് ഇരയാകേണ്ടതായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും 3 പ്രതികളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 3 പേർ നിലവിൽ ഇപ്പോഴും ഒളിവിൽ തന്നെ തുടരുകയാണ്. ഇവരെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയിട്ടുള്ളതായിട്ടാണ് തിരുവല്ല പോലീസ് അടക്കം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. തീർച്ചയായും ഗോകുൽ, ഞെട്ടിക്കുന്ന ക്രൂരതയുടെ വിശദാംശങ്ങളാണ് ഗോകുൽ നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടിയുണ്ട് ഗോകുൽ. അതായത് കാപ്പ കേസ് പ്രതിയാണ് ഈ സുബിൻ അലക്സാണ്ടർ. ഇദ്ദേഹവും സംഘവും കൂടിയാണ് ആ പെൺകുട്ടിയെ അതിക്രൂരമായി കൂട്ടബലാത്സംഗം ചെയ്തത്. കേരളത്തിൽ എങ്ങനെയാണ് ഒരു കാപ്പ കേസ് പ്രതിക്ക് ഇപ്പോഴും സജീവമായി ഗുണ്ടാപിരിവ് നടത്താൻ ആകുക? ഒപ്പം എങ്ങനെയാണ് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യത്തിൽ ഏർപ്പെടാൻ കഴിയുക? ഇവിടെ പോലീസിന് എന്താണ് പണി? ായിട്ടുള്ള വീഴ്ച തന്നെയാണ് ഈ സംഭവം സൂചിപ്പിക്കുന്നത്. കാരണം ഇയാൾ നാളുകളായിട്ട് ഈ ഗുണ്ടാപ്പിരിവ് നടത്തി വന്നിരുന്നു എന്നുള്ളതാണ്. അതായത് ഗുണ്ടാപ്പിരിവ് എന്ന് പറയുന്നത് നിയമവിധേയമൊന്നുമല്ല. അത് വളരെ അല്ലെങ്കിൽ ആ രീതിയിൽ തന്നെ തടയിടേണ്ടതായിരുന്നു. പോലീസിന് ഇക്കാര്യം മനസ്സിലാക്കാൻ പോലും സാധിച്ചില്ലേ, അതോ മനസ്സിലാക്കിയിട്ട് നടപടി സ്വീകരിക്കാത്തതായിരുന്നോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ ഇവിടെ പ്രസക്തമായിട്ട് ഉയരുകയാണ്. എന്തായാലും ഇയാൾ നാളുകളായിട്ട് ഇങ്ങനെ ഈ രീതിയിൽ ഗുണ്ടാപ്പിരിവ് നടത്തി വന്നിരുന്ന ഒരാളാണ്. ആ സമീപത്തുള്ള പ്രദേശങ്ങളിലെ മറ്റു കടകളിലൊക്കെ കയറി ഗുണ്ടാപ്പിരിവ് നടത്തിയിരുന്നത്. 25,000 50,000 രൂപയൊക്കെയാണ് ഗുണ്ടാപ്പിരിവായിട്ട് ഇയാൾ ചോദിച്ചിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. അത് മാത്രമല്ല കാപ്പ കേസ് പ്രതിയാണെന്ന് സൂചിപ്പിച്ചു. അങ്ങനെയുള്ള ഒരു പ്രതിയെ അതിനുശേഷം അല്ലെങ്കിൽ ശിക്ഷാ കാലയളവിന് ശേഷം ഒക്കെ തന്നെ നിലയ്ക്ക് നിർത്തേണ്ടതായിട്ടുള്ള ഉത്തരവാദിത്വം പോലീസിനുണ്ട്. അതിനുശേഷവും അയാൾ അതേ ഗുണ്ടാവാസന അക്രമം തുടരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ശരി ഗോകുൽ, വിവരങ്ങൾ വ്യക്തമാണ്. എന്തായാലും തിരുവല്ലയിലാണ് ഈ സ്പാ ജീവനക്കാരിയെ ക്രൂര ബലാത്സംഗത്തിനിരയാക്കിയത്. കാപ്പ കേസ് പ്രതിയാണ് കേരള പോലീസിന്റെ മൂക്കിൻ തുമ്പത്തിങ്ങനെ ഗുണ്ടാപിരിവും നടത്തി സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് നടക്കുന്നത്. ഗുരുതരമായ അനാസ്ഥയാണ് പുറത്തുവരുന്നത്. ഗോകുലാണ് വിശദാംശങ്ങൾ പങ്കുവച്ചത്.